ദൈവവചനമാദിയോടന്തം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തോട് ചേർന്ന് നടക്കുകയും ദൈവവുമായി അഭേദ്യമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. അവരൊക്കെ ജീവിതത്തിൽ ദൈവത്തിങ്കൽ നിന്ന് ഒത്തിരി വലിയ ദർശനങ്ങളും ആത്മീയ ആലോചനകളും പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അനേകർ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു പറയുന്നു എങ്കിൽ തന്നെ ജീവിതത്തിൽ ദൈവവുമായി ഒരു നല്ല ബന്ധം പുലർത്തുവാൻ അനേകർക്കും കഴിയാതെ പോകാറുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം അടുത്തിരിക്കുന്ന ഇത്ര ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. അതെ, മോശയുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു കണ്ടുപിടുത്തം നാം നടത്തുകയാണ്. ദൈവവും മോശയുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. മുഖാമുഖമായി ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം. അതെ, താൻ കണ്ടുപിടിക്കുകയാണ് ദൈവം അടുത്തിരിക്കുന്ന ഒരു ജാതിയായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ശേഷിപ്പിക്കുന്ന നാളുകൾ, അവസരങ്ങൾ, സമയങ്ങൾ വിശ്വസ്തയോടെ യഹോവയോട് ചേർന്നിരിപ്പാൻ നാം തയ്യാറാകുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരും എന്ന് നാം മറന്നുപോരുത്. 145-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. അതെ, സത്യമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു ദൈവവൈതലിനും ദൈവം സമീപസ്ഥനായി കൂടെയുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ, ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തുമാകട്ടെ, ആരും ശ്രദ്ധിക്കപ്പെടാത്തവരായി എല്ലാം പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഓടുകയും അലയുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിക്കുന്നെങ്കിൽ അപ്രകാരമുള്ള എല്ലാ സാഹചര്യത്തിലും ദൈവം നമ്മോട് ചേർന്ന് നടന്ന് നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. മോശയോട് ദൈവം ചേർന്നിരുന്നു, യോശുവയുടെ വായോടുകൂടെ ദൈവം ഇരുന്നു. അതെ, ദൈവഭക്തന്മാരായി ദൈവത്തെ ആശ്രയിച്ച അനേക ഭക്തന്മാരോടുകൂടെ ദൈവത്തിൻ്റെ സഹായവും പരിപാലനവും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ ദൈവിക പദ്ധതിക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവാലോചനയും ദൈവിക നന്മയും അനുഗ്രഹവും വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.